സിനിമ, സീരിയൽ, ബിഗ് ബോസ് താരങ്ങളെ കൂട്ടത്തോടെ അണിനിരത്തിയ സാബു ജേക്കബിന്റെ 2020 സ്ഥാനാർത്ഥി പട്ടിക. നടിമാരായ വീണ നായർ ഏറ്റുമാനൂരിലും അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിലും ലക്ഷ്മിപ്രിയ പെരുമ്പാവൂരിലും മത്സരിക്കും. 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പ്രമുഖ മണ്ഡലങ്ങളിൽ ജനപ്രിയ മുഖങ്ങളെ ഇറക്കി വിജയം കൊയ്യാമെന്നാണ് 2020 കണക്കുകൂട്ടൽ. ബിഗ് ബോസ് താരം അഖിൽ മാരാർ തൃക്കാക്കരയിൽ മത്സരിക്കും. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ വ്യവസായി പ്രോമി കുര്യാക്കോസ് അങ്കമാലിയിലും ജനവിധി തേടും. ഇവരെ കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനും 2020 സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ട്. മറിയ ഉമ്മന്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് വർഗീസ് കൊടുങ്ങല്ലൂരിലാണ് NDA മുന്നണിക്കായി മത്സരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഫഷണലുകളെയും സെലിബ്രിറ്റികളെയും അണിനിരത്തിക്കൊണ്ടുള്ള 2020 പരീക്ഷണം വിജയം കാണുമോ? രാജ്യത്ത് നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനാണ് 2020 സ്ഥാനാർത്ഥിയായതെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. പെരുമ്പാവൂരിലെ ലഹരി വ്യാപനം തടയാൻ നടപടികൾ സ്വീകരിക്കും. അമ്മയിലെ വൈസ് പ്രസിഡന്റ് ആയതിനാൽ താരങ്ങൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. 2020 NDAയുടെ ഭാഗമായില്ലായിരുന്നുവെങ്കിലും ഞാൻ വന്നേനെ. ഇതിപ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാരെന്ന് മോദിജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 2020 വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. NDA സർക്കാരും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭാരത സർക്കാരും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, BJP സർക്കാർ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേരുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കുമല്ലോ. പക്ഷേ എൻ്റെ ആഗ്രഹം ലാലേട്ടനും മമ്മൂക്കെ, സിദ്ദിഖ്, ദിലീപേട്ടനും അങ്ങനെ എല്ലാവരും വരണം എന്നാണ് എൻ്റെ സുരേഷ് ഏട്ടൻ പിന്നെ വരും. എന്താ പറയുക, പിന്നെ പെരുമ്പാവൂർ തന്നെയാണല്ലോ, ജയറാമേട്ടനുണ്ട്, ആശ ചേച്ചിയുണ്ട്, ആശ ശരത്തുണ്ട്, അവരൊക്കെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്വന്തം നാടായ ഏറ്റുമാനൂരിൽ മത്സരിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് 2020 സ്ഥാനാർത്ഥി വീണ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇനി സജീവമായിരിക്കുമെന്നും വീണ നായർ പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നിരിക്കുകയാണ് 2020 NDA. അതോട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചേക്കുന്നത്. കാരണം പ്രത്യേകിച്ച് എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അത് ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരു കറക്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ വീട്ടിലൊരാളോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ സാധിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ഞാൻ അവരോട് എല്ലാം നിൽക്കും. ഇത് സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ ഒന്നുമല്ല, വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പറയുകയാണ്. വ്യക്തിബന്ധങ്ങൾ വോട്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് തൃപ്പൂണിത്തുറയിലെ 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായർ പറഞ്ഞു. ഉടൻ തന്നെ പ്രചാരണത്തിൽ സജീവമാകുമെന്നും അഞ്ജലി നായർ പറഞ്ഞു. നമ്മളുടെ പ്രവർത്തികളാണ് നമുക്ക് വോട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. അടുത്ത് കഴിഞ്ഞു 9-ാം തീയതി. അപ്പം ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കുന്നു, ജനങ്ങളെ എങ്ങനെ കാണുന്നു, അവരെന്നെ മനസ്സിലാക്കുന്നു എന്നതിലാണ് ആ വോട്ടെണ്ണൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ തലകുത്തി പറഞ്ഞാലും നമുക്കത് കിട്ടണമെന്നില്ലല്ലോ. അപ്പം നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആലോചിക്കേണ്ടത്. എനിക്കും എന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വന്നാലും ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടാകും, ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകും. എന്ത് തോന്നുന്നു 2020 ഈ നീക്കത്തിലൂടെ ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് വളരെ കൗതുകകരമായ ഒരു നീക്കമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത് NDAയുടെ തന്നെ ഒരു ഘടനയിൽ ഇത് വളരെ രസകരമായ ഒരു തലത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇപ്പോൾ BJP സെലിബ്രിറ്റികളെ പല സ്ഥലത്തും സ്വാധീനിക്കാനും ഒപ്പം നിർത്താനും ഒക്കെ ശ്രമിക്കുകയും ബാക്കി കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ച് നോക്കിയാൽ ധാരാളം പേരുണ്ട്. കേരളത്തിലേക്ക് വന്നാലും ഉണ്ട്. കേരളത്തിലിപ്പം സുരേഷ് ഗോപി അടക്കമുള്ളവരങ്ങനെ BJPക്കൊപ്പം നിന്നവരാണ്. ഇപ്പോൾ ബിഗ് ബോസ് താരം ആണല്ലോ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ അയാൾ ഇത്തവണ മത്സരിക്കുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ അതിനൊപ്പമുണ്ട്, BJPക്കൊപ്പം ഉണ്ട്, എന്തായാലും മത്സരിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ, ഞാനിത് ഈ പേര് പഠിച്ചു വെച്ചു. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് സനീഷ് ഞാനിവിടെ നിന്ന് ചർച്ച നടത്തുമ്പോൾ ഇതുപോലെ, അതായത് RDXൽ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള പേര് കിട്ടിയില്ല. അപ്പോൾ സനീഷ് ഇങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ആരാധകരുടെ കൂട്ടത്തോടെയുള്ള നിലവിളിയും ചീത്ത വിളിയും. അവൻ്റെ പേരോ റോബിൻ രാധാകൃഷ്ണൻ്റെ പേര് ഓർത്തിരിക്കാൻ കഴിയില്ലടാ അതൊക്കെ എന്ന മട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനേതായാലും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്, റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ കുറേ സെലിബ്രിറ്റികൾ, ആ രീതിയിലുള്ള ആളുകൾ വരുന്നു എന്നുള്ളത് ഒരു കൗതുകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പക്ഷേ പലപ്പോഴും ഇപ്പോൾ BJPക്കൊപ്പം എല്ലാവർക്കും സഹകരിക്കാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ പൊതുവേ ഇല്ല എന്ന് കരുതുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച സംഗതിയായിട്ട് ഇപ്പോൾ ഈ 2020 എന്നുള്ള സങ്കല്പത്തെ അവർ ഏറ്റെടുത്തിരിക്കുന്നു. 2020യിലൂടെ എന്നാൽ BJP ആണോ? BJP അല്ല, 2020 ആണിത്. ഇത് വേറൊരു പാർട്ടിയാണല്ലോ. അപ്പോൾ മാത്രമല്ല 2020 ഇപ്പോൾ സാബു ജേക്കബ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിലെ വലിയ കൗതുകം ഞങ്ങൾ നേരത്തെ ഇതുപോലെ പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, NDA മുന്നണിയിലേക്ക് വരുമ്പോൾ കണ്ടോ, ഞാൻ ഒരു മുതലാളി, രാജീവ് ചന്ദ്രശേഖർ ഒരു മുതലാളി, പിന്നെ
എന്താണ് തുഷാർ വെള്ളാപ്പള്ളി ഒരു മുതലാളി. അപ്പോൾ ഞങ്ങൾ 3 മുതലാളികൾ നയിക്കുന്ന ഒരു മുന്നണി, ഞങ്ങൾക്ക് വേറെ അഴിമതി നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പൊതുവെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മട്ടിൽ വളരെ ഉപരിപ്ലവമായ സംഗതികൾ പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു സമ്പൂർണ്ണ വലതുപക്ഷ രാഷ്ട്രീയ സംവിധാനം ആ നിലയ്ക്ക് നിൽക്കുന്നു. ആ നിലയ്ക്ക് തന്നെ. അപ്പോൾ അതിലേക്ക് ആരെയാണ് കൊണ്ടുവരിക, അതിൽ ആരെയാണ് ആ സംവിധാനത്തിനകത്ത്, ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ആരാണ് സ്ഥാനാർത്ഥികളായി വരേണ്ടത്? അവരും അങ്ങനെയൊക്കെയുള്ളവർ തന്നെ. കാരണം ഒരു സമ്പൂർണ്ണമായ ഒരു വലതുപക്ഷ ഉൽപ്പന്നമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ, ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയൊക്കെ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സമ്പൂർണ്ണമായി പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ആ പ്രോഫിറ്റ് വരുന്ന വഴിയും അത് വിജയത്തിലേക്ക് എത്തുന്നതും ഫെയിമിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെയാണ്? ഈ ഗോസിപ്പ്, വിദ്വേഷം, കുശുമ്പ് പറച്ചിൽ, ഈ സംഗതികൾ, പിന്നെ ഒളിഞ്ഞോട്ട മനഃശാസ്ത്രം, ഈ സംഗതി എല്ലാം കൂടെ വർക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ സമ്പൂർണ്ണമായി അതിൻ്റെ ഉള്ളടക്കം വല സ്വഭാവമുള്ളതാണ്. അങ്ങേയറ്റം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് ആ സാധനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൂടെ വരുന്ന ആളുകൾ പൂർണ്ണമായും ഈ വ്യക്തി എന്ന നിലയ്ക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ അഭ്യാസങ്ങളും ഈ 100 ദിവസം കൊണ്ട് പരിശീലിച്ചെടുത്തിട്ടാണ് വരുന്നത്. അവനവനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറത്താണ് പിന്നെ അവർ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് അല്ല അതിനകത്ത് പറയുന്നത്. അതിനകത്ത് അങ്ങനെ പറയുന്ന ആളുകൾ ചിലരൊക്കെ അപൂർവം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരൊന്നും ഈ മട്ടിലുള്ള താരങ്ങളോ ഈ മട്ടിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരോ ഒന്നുമല്ല. ഇന്ത്യ തന്നെ ഇതിപ്പം ബിഗ് ബോസ് എന്നുള്ള സംഗതി വന്നതിന് ശേഷം ചില മാതൃകകൾ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമേരിക്കയിലൊക്കെ ചിലർ മത്സരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്നിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിലെങ്ങാണ്ട് കോൺഗ്രസിനൊരു MLA ഉണ്ട് ഇതുപോലെ ബിഗ് ബോസിൽ ജയിച്ചതോ പങ്കെടുത്തതോ ആയ ആൾ. ആ നിലയ്ക്ക് വളരെ സഡൻ ആയിട്ടുള്ള ഒരു ഫെയിമിലേക്ക് ഇവരെത്തുന്നു. ആ ഫെയിമിലേക്ക് എത്താനായിട്ട് പ്രയോഗിക്കുന്ന സംഗതികളെല്ലാം ഈ മട്ടിൽ ചില കുഴപ്പം പിടിച്ച സംഗതികളാണ്. അതുകൊണ്ട് അത്തരമൊരു പ്രേക്ഷകരെ, ആ ഒരു ടീമിനെ ഒക്കെ അതുകൊണ്ട് ഇവർക്ക് അടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഈ കാണുന്ന പ്രേക്ഷകർ മുഴുവൻ ഇവരൊപ്പിക്കുന്ന പരിപാടിക്ക് ഒപ്പിച്ച് അപ്പൊളിറ്റിക്കലായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. പിന്നെ ഇപ്പോൾ അഖിൽ മാരാരൊക്കെ മത്സരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നഗരം എന്ന് പറയാവുന്ന മണ്ഡലമാണ് തൃക്കാക്കര. ഒരു പഞ്ചായത്തിൽ നിന്നൊരു വാർഡ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ആ മണ്ഡലത്തിൽ നഗരം മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ മണ്ഡലമൊക്കെ എങ്ങനെയാണ് ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് അതായത് ഹർഷൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. അതായത് ഈ BJP ആശയത്തോട് ചേർന്ന് നിൽക്കാൻ നിലവിലത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ആദ്യം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ഈ 2020 എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു അഴകിയ രാവണൻ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും, അതിനാണ് ഞാൻ 2020 എന്ന് ഞാൻ ചിലപ്പോൾ അങ്ങനെ വിളിച്ചേക്കും. കാരണം അങ്ങനെയാണല്ലോ. അതായത് ശങ്കർദാസ് എല്ലാ ദിവസവും വീട്ടിൽ വരുന്നവർക്കൊരു 100 രൂപ കൊടുക്കുന്നു. ഈ പറയുന്നത് പോലെ ആ മട്ടിൽ ഈ ഒരു ജനാധിപത്യത്തെ വിലക്കെടുക്കാനായി 2015 ഇദ്ദേഹം കിറ്റക് സാബു ഉണ്ടാക്കിയ പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് ആളുകൾക്ക് ഇതുപോലെ പൈസ കൊടുക്കുകയോ അവർക്ക് സൗജന്യമായി പലതും വാഗ്ദാനം ചെയ്യുകയോ അതിലൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല ഇതിൻ്റെ അടിത്തറയിൽ. അപ്പോൾ അതിന് കീഴിൽ ഇതൊക്കെ അവരുടെ അവകാശമാണ്. പക്ഷെ അവർ ഇതെല്ലാം ഞാനാണ് നിങ്ങൾക്ക് തരുന്നത്, ഞങ്ങളാണ് തരുന്നത്, അതുകൊണ്ട് ഞങ്ങളിവിടെ കൂടിച്ചേരുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ബോധം മാത്രമാണ് ആ പാർട്ടിയുടെ ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അത് അരാഷ്ട്രീയമായ ഒരു സെറ്റപ്പാണ് 2020 എന്ന് പറയുന്നത്. ആ 2020യിലേക്ക് സ്വാഭാവികമായും ആളുകളെ പൂള് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ പൂള് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ കലാകാരന്മാരാണ് ബേസിക്കലി. ഇവർ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നവരാണെന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതിൽ ലക്ഷ്മിപ്രിയ മാത്രമാണ് BJPയുടെ വേദികളിൽ കഴിഞ്ഞ 10 വർഷമായി പോസ്റ്റുകൾ ഇടുകയോ BJPയുടെ വേദികളിൽ അപൂർവങ്ങളായി പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത്. അഖിൽ മരാറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ അറിയാവുന്നതാണ്. അഖിൽ എവിടെയൊക്കെയോ അങ്ങനെ ഉറച്ചു നിൽക്കാതെ അവസാനം എന്നാൽ ഒരു NDA ചായ്വുള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ 2020യിലേക്ക് എത്തിയതാണ്. അതേ വാല് പിടിച്ചാണ് നിലവിൽ ലക്ഷ്മിപ്രിയയും 2020യിലേക്ക് എത്തുന്നത്. അപ്പോൾ അഞ്ജലി നായരാണെങ്കിലും വീണ നായരാണെങ്കിലും അങ്ങനെ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിൽ 2020യുടെ ഒരു പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് BJP ആശയം പ്രൊക്ലെയിം ചെയ്യുകയും അത് പ്രതിഫലിപ്പിക്കുകയും അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ചാലകമായി നിലവിൽ 2020 എന്ന പാർട്ടി ആ മട്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.
ജനപ്രിയ പ്രഖ്യാപനങ്ങളും കോർപ്പറേറ്റ് രാഷ്ട്രീയ തന്ത്രങ്ങളും മെനഞ്ഞ് എറണാകുളം കിഴക്കമ്പലത്ത് നിന്ന് ഉയർന്നു വന്ന പാർട്ടിയാണ് 2020. അതിലൊരു പരിധിവരെ വിജയിച്ച പാർട്ടിയുമാണ് അവർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 2020യുടെ നിലപാടുകൾ പിൽക്കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതും കോർപ്പറേറ്റ് ശൈലിയുള്ള പ്രവർത്തനങ്ങളെന്ന് മുദ്ര കുത്തപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് പാർട്ടിയുടെ NDA പ്രവേശനവും വ്യാപക തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമുള്ള തങ്ങളുടെ പ്രാതിനിധ്യം സംസ്ഥാന വ്യാപകമാക്കാനാണ് 2020യുടെ കണക്കുകൂട്ടലെന്ന് ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥികളുടെ ജനപ്രീതിയെ വോട്ടാക്കി മാറ്റാനാണ് 2020 ശ്രമിക്കുന്നത്. സാധാരണക്കാർക്കിടയിൽ സുപരിചിതരായ മുഖങ്ങളെ രംഗത്തിറക്കുന്നതിലൂടെ പാർട്ടിയുടെ സന്ദേശം വേഗത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് സാബു ജേക്കബും വിചാരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു നീക്കം ഫലം കണ്ട ചരിത്രം വിരളമാണ് എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ വിജയിക്കുന്നതിനേക്കാൾ തങ്ങൾക്ക് സ്വാധീനം കുറവുള്ള മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുകയാകും ഇതിലൂടെ 2020 ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് BJPയിലേക്ക് പോകാൻ മടിക്കുന്നവർക്ക് ഒരു വലതുപക്ഷ പ്ലാറ്റ്ഫോമായും ഇതോടെ 2020 മാറുകയാണ്. രാഷ്ട്രീയം മറന്ന് വ്യക്തികേന്ദ്രീകൃതമായി വോട്ട് ചെയ്യാൻ മലയാളികൾ മുതിരുമോ എന്നത് സംശയമാണെങ്കിലും അതും നമുക്ക് കാത്തിരുന്ന് കാണാം.